ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മളെ സൈറ്റ് എറർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കപ്പ് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ബാക്കപ്പ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സെർവറിലേക്ക് വീണ്ടും എങ്ങനെ അപ്ലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പബ്ലിക് HTML എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്യുക, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എററായ വെബ്സൈറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ ആ ഫയലെല്ലാം ഡിലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു സിപ്പ് ചെയ്ത് വെച്ച ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അവിടെ സെലക്ട് ചെയ്യുക ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു WP admin എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറാണ് നമ്മൾ സിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്ലോഡ്. ശേഷം വീണ്ടും നമ്മൾ പഴയ ഈ ഒരു ഫോൾഡറിലേക്ക് തന്നെ വരിക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫോൾഡർ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സിപ്പ് ചെയ്ത് വെച്ച ഫയൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ആയി കിട്ടും. എക്സ്ട്രാക്റ്റ് ഫയൽസ് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ആകുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് നമ്മൾ വീണ്ടും തിരിച്ച് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളെ വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമ്മളെ എററായ ഡാറ്റാബേസ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ച ഡാറ്റാബേസ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾ PHP my admin എന്നുള്ളതിൽ വരിക. അതിൽ വന്നതിന് ശേഷം നിങ്ങളെ ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെക്ക് ഓൾ എന്നുള്ളത് കൊടുക്കുക. ചെക്ക് ഓൾ കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തം ആ ടേബിൾസ് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിത്ത് സെലക്റ്റഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഡാറ്റാബേസിൻ്റെ ആ ടേബിൾസ് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റാബേസിൽ ടേബിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും. ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഡാറ്റാബേസിൻ്റെ ഫയൽ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ഇതിൽ ഓപ്ഷൻസ് ഒന്നും മാറ്റി കൊടുക്കേണ്ടതായിട്ടില്ല. അതിനുശേഷം ജസ്റ്റ് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഡാറ്റാബേസ് അതിലേക്ക് ആഡ് ആവും. ജസ്റ്റ് അതൊന്ന് ലോഡ് ആകുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് നമ്മൾ വീണ്ടും ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസും നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും അത് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.